எனக்கு ஒண்ணுமே புரியலையே, உங்களுக்குள்ள என்ன தகராறு? വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരുടെ വായി നിന്നു. അതിന് അപ്പൂപ്പനൊന്നായിട്ട് ഒരു ബന്ധു കാര്യങ്ങൾ സംസാരിക്കുന്നത്. വി കട്ട് റിലേഷൻഷിപ്പ് എന്നല്ല, വി കട്ട് കോൺടാക്ട് വിത്ത് ഹർ ഓൺ ദാറ്റ്. എന്താ പ്രശ്നം? എൻ്റെ അമ്മൂമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഷീസ് എ വെരി പ്രോബ്ലമാറ്റിക് പേഴ്സൺ. ഷീസ് എ വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് പേഴ്സൺ. പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അമ്മ നമുക്ക് ഒരുപാട് മദർലി ലവ് തരാറുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് അമ്മ അത് എവിടെ നിന്ന് കണ്ടുപഠിച്ചു, അല്ലെങ്കിൽ കാരണം അമ്മയ്ക്ക് അത് ലൈഫിൽ കിട്ടിയിട്ടില്ല. അനാവശ്യം പറയരുത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. കുഞ്ഞുനാൾ തൊട്ടേ അമ്മൂമ്മയുടെ ഓരോ പ്രാന്ത സ്വഭാവങ്ങളാണ് നമുക്ക് ഓർമ്മ. പക്ഷെ നമ്മൾ സ്ത്രീ ചേട്ടാ ചെറുപ്പത്തിൽ ഈ സ്ത്രീക്ക് പ്രാന്തണ്ടായിരുന്ന ഗ്രാൻഡ് മദർ വാസ് ഓൾവേസ് എ പ്രോബ്ലമാറ്റിക് പേഴ്സൺ. നമ്മൾ പോട്ടെ എന്ന് വെച്ചിട്ട് അടിയൊക്കെ നടക്കും. പിന്നെ അത് വീണ്ടും നമ്മൾ അങ്ങ് പാച്ചപ്പായി ഫൊഗി. അങ്ങനെ എല്ലാവരും പലവട്ടം പറഞ്ഞു ശരിയാവും. എവിടെ ശരിയായി? അമ്മൂമ്മ എന്നോട് പണ്ട് എപ്പോഴും ഭയങ്കര വേണ്ടാതീനം പറഞ്ഞിട്ട് എപ്പോഴും എന്നോട് പറഞ്ഞിട്ട് ഞാൻ നിന്റെ അമ്മൂമ്മയല്ലേ, അതൊപ്പം നിനക്ക് അങ്ങ് ക്ഷമിച്ചു വിട്ടൂടെ. ആ ഒരു പിന്നെ ചവിട്ടാണ് തലയിൽ എങ്ങോട്ട് താഴും. ഇതില് നമ്മൾ വിചാരിക്കും വയസ്സായില്ല, ഇനി എത്ര നാളും കൂടി ഉണ്ടാവും, പോട്ടെ സാരമില്ല, പ്രായത്തിന്റെ ഇതിൽ പ്രാന്ത് കാണിച്ചായിരിക്കും, പോട്ടെ. അമ്മൂമ്മയ്ക്ക് ഭയങ്കര വൃത്തിപ്രാന്താ. വൃത്തിപ്രാന്ത് കൂടി ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല. താനൊക്കെ മറ്റേ ചിട്ടയൊരാളല്ലേ, മിലിറ്ററി. നീ എന്നെ തള്ളി പറയാണല്ലേ. ഷീ ഹേറ്റഡ് ദ ഹോം നഴ്സസ് ഇൻ ദ ഹൗസ്. അതുകൊണ്ട് ഹോം നഴ്സ് വരും, ഇവർ ഓരോ പ്രശ്നം ഉണ്ടാക്കി ഈ ഹോം നഴ്സസ് പോകും. ഈ ലേഡിയുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഈ ഹോം നഴ്സ് അപ്പം ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നമ്മളും പുള്ളിക്കാരിയായിട്ട് അടി ഉണ്ടാവത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു ഇഷ്യൂ നടക്കുന്നതിന്റെ ഇടയിൽ ഷീ സെഡ് എ കപ്പിൾ ഓഫ് തിങ്സ്. അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് വി സെഡ് വിൽ ഡു, വി ഓൾ കട്ട് റിലേഷൻ വിത്ത് ഹർ. നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടും. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല.